ജീവിക്കാനായി നമ്മൾ പല മേഖലകളിലും ജോലി ചെയ്യേണ്ടതായി വരാറുണ്ട്. ഞാനും ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അധ്യാപകയായി ജോലി ചെയ്യുക എന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡായിരുന്നു. ഭാരതീയ വിദ്യാഭവനിൽ 7 വർഷം ആർട്ട് ടീച്ചറായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിത കാലഘട്ടത്തിലെ സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കാരണം ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു ട്രാജഡിയിൽ ഞാൻ വളരെ തളർന്നു പോയപ്പോൾ എന്നെ ഇന്ന് കാണുന്ന ഞാനാക്കിയത് അവരാണെന്ന് എനിക്ക് പറയാതെ വയ്യ. വളരെ മൂടിയും ആരോടും മിണ്ടാത്തൊരു പ്രകൃതമായിരുന്നു എൻ്റെ. എല്ലാത്തിനോടും ഒരു പേടിയോട് കാണുന്ന ഒരു പ്രകൃതമായിരുന്നു. അതിൽ നിന്നെല്ലാം മാറ്റി ഇന്ന് കാണുന്ന ഒരു മഞ്ജു. അതിൻ്റെ പിന്നിൽ പറയാതെ വയ്യ എൻ്റെ ആ സൗഹൃദങ്ങളാണ്. അതുപോലെ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജോലിയിൽ നിന്ന് ഞാൻ വിരമിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കൺമുന്നിൽ കാണുന്നവരെല്ലാവരും നല്ലവരായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് എന്നെപ്പോലെ തന്നെ മനുഷ്യനല്ല. ദയ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഞാൻ താമസിച്ചിരുന്നു. ആ സമയത്ത് അവിടെ അടുത്തൊരു ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയി. അവിടെ വെച്ച് ഞാനൊരു ഒറ്റ ദിവസം കൊണ്ട് ഞാനൊരു കുട്ടിയുമായി സൗഹൃദത്തിലായി. പേര് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. ആ കുട്ടി എൻ്റെ ഫേഷ്യൽ ചെയ്യുന്ന നേരത്ത്, എൻ്റെ ഫേസിൽ ഓരോന്ന് ചെയ്യുന്ന നേരത്ത് എന്നോട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ കിടപ്പിലാണ്, ഒരുപാട് ചിലവുണ്ട്, ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ നിന്ന് 5000 രൂപയുടെ മരുന്ന് ആയുർവേദ ചികിത്സയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. അന്ന് ഞാൻ റിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് സഹതാപം തോന്നി. ഞാനും എൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ കിട്ടുന്ന പൈസയും പിന്നെ എനിക്ക് എൻ്റെ ഷെയറായിട്ട് കുറച്ച് പൈസ കിട്ടിയതും എല്ലാം കൂടെ കൂട്ടി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ബ്യൂട്ടീഷ്യൻ ഫീൽഡ് എനിക്ക് ഒട്ടും അറിയാത്തൊരു ഫീൽഡായിരുന്നു. ഈ പെൺകുട്ടി നിരന്തരം എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് എന്നെ അതിൽ കൊണ്ടെത്തിച്ചു. അവളെന്നോട് പറഞ്ഞു, എൻ്റെ ലൈഫ് സക്സസ് ആക്കി തരാം, ചേച്ചി ഒരു പാർലർ തുടങ്ങിയാൽ മതി. ഞാൻ അന്വേഷിച്ചിറങ്ങി, റൂം കണ്ടെത്തി. ബാക്കിൽ നിന്ന് ഒരുപാട് പേര് മുടക്കം പറഞ്ഞു, വേണ്ട, നിനക്കറിയാത്തൊരു ഫീൽഡാണ്. ബട്ട് ഞാൻ അതനുസരിച്ചില്ല, ഞാൻ അതിലേക്ക് ഇറങ്ങി തിരിച്ചു. ഞാൻ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു പാർലർ തുടങ്ങി. ഒപ്പം സ്റ്റിച്ചിങ് പഠിപ്പിക്കുക, ഇതെല്ലാം കൂടിയായിട്ട്. ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ കുട്ടിയെ മാത്രം വിശ്വസിച്ച് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ തനി സ്വരൂപം കാണിക്കാൻ തുടങ്ങി. അതുവരെ എൻ്റെ ദൈവമാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എന്നെ രക്ഷിച്ചു. ആഴ്ചയിൽ വീട്ടിൽ പോകുമ്പോൾ എന്നോട് 5000 രൂപ വെച്ച് ചോദിക്കും. എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറയും. ഞാൻ അവളെ വിശ്വസിച്ച് ഞാൻ കൊടുക്കും. ശമ്പളം കൊടുക്കുന്ന സമയമാവുമ്പോൾ അവൾ പറയും, അയ്യോ ചേച്ചി, ഈ മാസം പിടിക്കരുത്. അതും ഞാൻ വിശ്വസിക്കും. അങ്ങനെ 1 വർഷം കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഇവൾക്ക് സ്വന്തമായി, അല്ലെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത പാർലറുകൾക്ക് സ്വന്തമാക്കണം എന്നുണ്ട് ആഗ്രഹമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അത് കിട്ടിയില്ലെങ്കിൽ അവൾക്ക് സ്വന്തമായൊരു പാർലർ തുടങ്ങണമെന്നുള്ളൊരാഗ്രഹമുണ്ടായി. അതിനായി അവൾക്ക് കുറച്ച് കാശൊക്കെ ഒത്തു വന്നപ്പോൾ അവൾ കൃത്രിമത്വം കാണിക്കാൻ തുടങ്ങി. തോന്നിയ പോലെ ഫേഷ്യലിൻ്റെ കൂടെ ചെറിയ രീതിയിൽ ചെറിയ പൊടിക്കൈകൾ ചെയ്യലും ഒക്കെ. ഞാൻ അവളെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച്
ഒരു കള്ളത്തരം പോലും എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. എൻ്റെ ഒരു അനീതിയെ പോലെ ഞാൻ എൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിലിരുത്തി കൊണ്ടുപോകും. അവൾക്ക് താമസിക്കാനുള്ള സൗകര്യം, അതിൻ്റെ റെൻ്റ് എല്ലാം ഞാൻ വഹിച്ചു. അവളുടെ സാലറി 15,000 രൂപയായിരുന്നു അന്ന്. എനിക്ക് തിരിച്ചടി കിട്ടി തുടങ്ങിയത്, ഒരു കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു. അത് ഞാൻ അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ ആ ജോലി വലിച്ചെറിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വളരെ വിഷമത്തിലായി. പലരും സജസ്റ്റ് ചെയ്തു, നീ പോയി പഠിച്ചെടുക്ക്. ബട്ട് എനിക്കറിയാത്തൊരു പ്രൊഫഷനായിരുന്നു, ബിസിനസ് അതിനെ കൊണ്ട് പറ്റാത്തതുമായിരുന്നു. ഞാൻ ഫെയിലായി. എൻ്റെ 10-20 ലക്ഷം രൂപ പോയി. ഞാൻ ഈ അനുഭവം എന്തിനാണ് പങ്കുവയ്ക്കുന്നത് എന്ന് വെച്ചാൽ, ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. പെൺകുട്ടികളോടായിക്കോട്ടെ ആൺകുട്ടികളോടായിക്കോട്ടെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും അല്ലാതെ ഒരു മനുഷ്യനെ നമ്മൾ പുതിയതായി കാണുന്ന ഒരു മനുഷ്യനിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കരുത്. ചിലപ്പോൾ ചതിക്കപ്പെടാം. ഭൂരിഭാഗം അവസരങ്ങളിലും ചതിക്കപ്പെടുകയാണ് ചെയ്യാറ്. പെൺകുട്ടികളോടാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ എങ്ങനെയും ഒരു വർഷത്തോളം നാം അവരെ കണ്ട് അറിഞ്ഞ് അവരുമായി ഇടപഴകി പൂർണ്ണ ബോധ്യം വന്നാൽ മാത്രം നമ്മൾ അവരെ വിശ്വസിക്കും. ഇല്ലെങ്കിൽ വിട്ടുകളയുക. നമ്മുടെ ലക്ഷ്യം നമ്മുടെ അടിത്തറ ഉറപ്പിക്കുക എന്നതാണ്. ഇല്ലെങ്കിൽ വീണുപോകും. വീഴാൻ